രാവിലെ ഞങ്ങൾ കഴിച്ച ദോശയിൽ നിന്നൊക്കെ കഴിഞ്ഞ പാത്രങ്ങളൊക്കെ കിടക്കാറുണ്ട്. സൺഡേ മൺഡേ 1:30 ക്ലാസ് ഉണ്ട് കേട്ടോ. കിച്ചു മ്യൂസിക്. ചക്കിക്ക് ഇന്ന് ആർട്ട് ക്ലാസ് ഉണ്ട്. നാളെ ഹായ്, വെൽക്കം ടു സലാല സ്പൈസി കിച്ചൺ. അപ്പൊ എന്തൊക്കെയാ, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ കണ്ടോ ഫുൾ ചിക്കൻ ആണ്. അപ്പൊ ഇന്ന് ഫുൾ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് ഞാന്. എന്നും ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുന്ന വീഡിയോ കൊടുക്കല്. ഇന്ന് എന്റെ കൂടെ ഒരു കെട്ടിയോരും കൂട്ടാന്ന് വിചാരിച്ചിട്ടുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല, ക്ലീനിങ്, കുറച്ച് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു തരല്, അങ്ങനത്തെ പരിപാടിക്ക്. കുക്ക് ചെയ്യാൻ എന്തായാലും മൂപ്പരാളെ കിട്ടില്ല, അതിന് അറിയില്ല. അവൻ നമുക്ക് എന്റെ കൂടെ ഏട്ടനുണ്ട്. ഏട്ടവാ അല്ല, അപ്പൊ ഏട്ടനും കൂട്ടിയിട്ടാണ് ഞാൻ ഇന്ന് കുക്ക് ചെയ്യുന്നത്. എപ്പോഴും ഏട്ടൻ തന്നെയാണ് എനിക്ക് ഹെൽപ്പ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഏട്ടന് ഞാനിന്ന് ഉച്ചയ്ക്ക് രാവിലെ ഞങ്ങൾ കഴിച്ച ദോശയിൽ നിന്നൊക്കെ കഴിഞ്ഞ പാത്രങ്ങളൊക്കെ കിടക്കാറുണ്ട്. അപ്പൊ ഏട്ടന് പാത്രം കഴുകാൻ പരിപാടിയെ പാത്രം കഴുകിയിട്ട് ഈ ഉള്ളി എന്തായിരുന്നേ പിന്നെ ബാക്കിയൊക്കെ ഞാൻ റെഡിയാക്കാം. ആയിക്കോട്ടെ, അപ്പൊ നമ്മളെ പരിപാടിയിലേക്ക് പോവാം. പിന്നെ ഗ്രീൻ പാത്രം എടുക്കും. വരഞ്ഞിട്ടുണ്ടേ, നീ ക്ലീൻ ചെയ്യാം കേട്ടോ. ഇത് വെള്ളം തോരാൻ വെക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ചിക്കനിലേക്കുള്ള മസാല ഒന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. ഞാൻ സാധാരണ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലത്തെ മസാലയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. വേറെ എക്സ്ട്രാ ആയിട്ടുള്ള മസാലകളൊന്നും ചേർക്കുന്നില്ല. അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4-5 വെളുത്തുള്ളി അതിട്ട് കൊടുക്കാം മിക്സിയിലേക്ക്. അതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അത് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അത് അരഞ്ഞിട്ടില്ല. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. ഇതിന് ഞാൻ 2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഒരു 2 ടീസ്പൂണ് കാശ്മീരി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാശ്മീരി മുളക് പൊടി. ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. നമ്മുടെ ഈസ്റ്റേൻ്റെ ആണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണ് തൈര് ഇട്ട് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ അരക്കട്ടെ കേട്ടോ. അപ്പം അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇരിക്കട്ടെ കേട്ടോ. മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചിക്കനിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഡ്രൈ ആയാലും നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ട് നമുക്കതൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം വെള്ളം. മസാല ഞാൻ തുടച്ച് വെച്ച ചിക്കനിലേക്ക് കൈ വെച്ചിട്ട് തന്നെ ഞാൻ തേച്ച് നന്നാക്കി പിടിപ്പിക്കുകയാണേ. നാരങ്ങ നമുക്കിതിലേക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കണേ. അമ്മ നമ്മുടെ ചിക്കൻ കുട്ടനെ സുന്ദരനാക്കണം. ഫിഷിലിങ്ങ
ചിക്കൻ അല്ലേ ഇതിന്റെ തലയല്ല കഴുത്ത്. ഇഷ്ട ചിക്കൻ? കിച്ചന് ഭയങ്കര ഇഷ്ടം. ബിരിയാണി, ചിക്കൻ ഫ്രൈ, പിന്നെ ചിക്കൻ്റെ ഫ്രൈ നമ്മൾക്ക് ഇഷ്ടം. അപ്പൊ ചിക്കൻ ഇതാ മസാല ഒക്കെ തേച്ച് നന്നായിട്ട് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലാണ് ആ ചിക്കനിലുള്ള ആ ഉപ്പും മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോഴാണ് അത് ടേസ്റ്റും ഉണ്ടാവുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഞാൻ ചിക്കൻ. ഇനി നമുക്ക് ആദ്യം റൈസ് ഉണ്ടാക്കി വെക്കാം. ഞാൻ കപ്സ റൈസ് പോലെ ഉണ്ടാക്കാം. അത് പക്ക കപ്സ റൈസ് പിന്നെ ഒരു എന്റേതായിട്ടുള്ള സ്റ്റൈലിലുള്ള ഒരു കപ്സ റൈസ്. അത്രയും ഞാൻ പഠിച്ചു തന്നെ. രണ്ടാഴ്ച ഇവിടെ മാറിയിട്ട് ഇതുവരെ ഇത് കത്തിക്കാൻ പഠിച്ചിട്ടില്ല. പോകരുതേ, അത് ഈ പാത്രം ഇരുന്നിട്ടാണ് സൺഫ്ലവർ ഉണ്ടാക്കി തുടങ്ങിയാണ്. ഞാൻ അവിടെ മക്കൾക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ചെറിയൊരു അടിപൊളി ഉണ്ടായിരുന്നു. അത് തീർക്കാൻ വേണ്ടി പോയത് ചെറുതായിട്ട് തീർത്ത് കൊടുത്തിട്ടുണ്ടാണ്. സ്പൈസസ് ആണ് എല്ലാം. ആൽമണ്ട്, ഡ്രൈ ലെമൺ, ആൽമണ്ടൊക്കെ ഇടുമോ? ഞാനാണ്. എനിക്ക് വെറും ഹെൽപ്പ് മാത്രമേ ഫോളോ ചെയ്ത് തരുള്ളൂ. എല്ലാം ചെയ്യുന്നതാണ്. ഫുള്ള് ടൊമാറ്റോ പ്യൂരി. ടൊമാറ്റോ പ്യൂരി പ്യൂരി വെള്ളം. കപ്സ് മന്തി വേറെ വേറെയാണ്. യെസ്, ഇടാനായത് നമുക്ക് വെള്ളം ഊറ്റികളെ അടച്ചേക്കണം. സൺഡേ മൺഡേ 1:30 ക്ലാസ് ഉണ്ട് കേട്ടോ. ടീച്ചർ മ്യൂസിക്. ചക്കിക്ക് ഇന്ന് ആർട്ട് ക്ലാസ് ഉണ്ട്. 4 പുഴുങ്ങി കിട്ടാൻ വേണ്ടിട്ട്. അതെ, ഇനി നമ്മള് മണവാട്ടി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ മണവാട്ടി ചിക്കനിലെ ഏറ്റവും ടഫായിട്ടുള്ള ജോലിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓ പിന്നെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. കുക്കറില് നമ്മൾ 1-2 വിസില് കൊടുത്തു കഴിഞ്ഞാല് എഗ് വേഗം ബോയിലായി കിട്ടും. അപ്പൊ പൊട്ടിക്കലക്കില്ല. ഇല്ലില്ല. ഇന്ന് മൊത്തം ഞാൻ തന്നെയാണ് എല്ലാ ജോലിയും ചെയ്യുന്നത്. എല്ലാ സംഭവങ്ങളും സാലഡ് അടക്കം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വലിയ പണിയാണ് സാലഡ് ഉണ്ടാക്കാൻ. ഒരു കാര്യം എന്താ, ഇതൊക്കെ കൈ ടച്ച് ചെയ്ത് പോകും. ഉണ്ടാക്കുന്നത് ഞാൻ. എന്നിട്ട് അടിപൊളി സാലഡ് റെഡിയാണ്. എനിക്ക് ഉപ്പ് നമ്മുടെ കുറച്ച് കൂടി
റെഡി ആയിട്ടുണ്ട്. ഒരു സിമ്മില് കുറച്ച് നേരം അങ്ങനെ ഇരുന്നോട്ടെ. അതിന് മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി. പക്ഷെ ബിരിയാണി അപ്പൊ നമ്മുടെ കബ്സ റൈസ് ഇവിടെ അടിച്ചുപൊളിയായിട്ട് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സംഭവം പിന്നെയും പറയാം, പെർഫെക്റ്റ് കബ്സ അല്ല, കബ്സ അല്ല ഇത് 60% കബ്സ, ബാക്കി 40% വേറെ എന്തോ സാധനം. പക്ഷെ സൂപ്പർ റൈസാണ്. പക്ഷെ എന്തായാലും ഇനി അടുത്ത നമുക്ക് റെഡി ആവേണ്ടത് മുട്ട പുഴുങ്ങിയത്, പിന്നെ നമ്മുടെ കുക്കർ ചിക്കൻ, അതായത് മണവാട്ടി ചിക്കൻ. അത് എന്തായാലും ഒരു 45 മിനിറ്റ് നമുക്ക് കുക്കറിൽ വെക്കില്ല. കുറച്ച് ഇട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ തന്നെ പിടിച്ച് അതിന്റെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് വരും. അപ്പൊ അതുകൊണ്ട് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പൊ കബ്സ റെഡി ആയിട്ടുണ്ട്. ഏട്ടന് വിചാരം ഏട്ടന ഉണ്ടാക്കിയതാട്ടോ. ഏട്ടനെ ജസ്റ്റ് ഒന്ന് ഇളക്കാനൊക്കെ കൈ തൊട്ടുകൊണ്ട് മാത്രമാണ് ഏട്ടന ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഇറക്കി വെച്ച് കൊടുക്കാം. ഞാനിതിൻ്റെ 2 കാലും ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് ഇതിൽ കുത്തി വെച്ചിട്ടുണ്ട്, ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇനി വളരെ സിമ്മിലാക്കിയിട്ട് നമുക്കൊരു 45 മിനിറ്റ് ഇതിൽ അടച്ച് വെക്കാം. വേറെ ഒന്നും ചെയ്യാനില്ല, അത് എല്ലാ ഭാഗത്തും ടച്ച് ചെയ്യാത്ത രീതിയിൽ വെക്കുക. ഞാൻ അടച്ചു കൊടുക്കുക. ഞാൻ വിസിലൊന്നും എടുക്കുന്നില്ല, ഇത് ഇങ്ങനെ തന്നെ ഞാൻ അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഒരു 45 മിനിറ്റിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു വിസിലൊക്കെ വന്നെന്ന് വരും, പക്ഷെ അടിയിലൊന്നും പിടിക്കില്ല. ഞാനിത് ഒരുപാട് തവണ ട്രൈ ചെയ്തതാണ്. ഇപ്പോൾ അത് കാരണം കുഴപ്പമില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 45 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ. ചക്കി ഇവിടെ വന്നിട്ടുണ്ട്. ചക്കി ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ. അത് കഴിക്കാൻ വേണ്ടി റെഡി ആയി ഇരിക്കുകയാണ്. പക്ഷെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് 45 മിനിറ്റ് 45 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ ചക്കി റെഡിയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് തുറക്കുന്നത് കാണിക്കല്ലേ. നമ്മുടെ കുക്കറിൽ ചിക്കൻ ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫാക്കി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒറ്റ വിസിൽ വന്നു. അപ്പം ഞാൻ ആ സമയത്ത് ഓഫാക്കി വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഒരു 45 മിനിറ്റ് ആ സമയത്താണ് വിസിൽ വന്നത് കേട്ടോ. ഇനി നമുക്കത് തുറന്ന് നോക്കാം. അപ്പോൾ അതിൽ എയറൊക്കെ പോയിട്ടുണ്ട്. എയർ പോയതിന് ശേഷമാണ് ഞാൻ തുറക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്കിത് വെന്തോ എന്നുള്ളത് ഒന്ന് കുത്തി നോക്കാം കേട്ടോ. വാവ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഞാനൊരു കടായി ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, കുക്കറിൽ ഒട്ടും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, നല്ല വൃത്തിയിലായിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ മണവാട്ടി അതുപോലെ നമ്മളെ കബ്സ റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല സുന്ദരി ആയിട്ടില്ലേ കാണാൻ? ശരിക്കും നമ്മൾ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ഒരു പേര് കിട്ടത്. ശരിക്കും കുക്കർ ചിക്കൻ എന്നൊക്കെ തന്നെ അതിന് പറയാം. എന്തായാലും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, കബ്സ റൈസ് നല്ല ടേസ്റ്റ്.